ഇപ്പോൾ സമയം 9:10. നമ്മുടെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിഫ്റ്റി ഏകദേശം 2% മേലെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഏകദേശം സെയിം 2% താഴെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയിട്ട് നിൽക്കണത്. ഇന്ത്യ വിക്സയ്ക്കും ഫ്ലറ്റയിലാണ്. നമുക്ക് എന്തായാലും ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കാം. എന്തായാലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുള്ളൂ. എന്തായാലും അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്തു. അങ്ങനെ നമുക്കിനി അറിയില്ല എന്താണ് ഇവിടുന്ന് എന്താണ് ഇമോഷൻസ് അല്ലെങ്കിൽ ട്രേഡേഴ്സിൻ്റെ. ഒരുപക്ഷെ തിരിച്ച് എന്തായാലും ഇന്ന് തന്നെ ഒരിക്കലും ബുള്ളിഷിലേക്ക് പോകാനുള്ള യാതൊരു ചാൻസും ഇല്ല. പക്ഷെ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് ഇത്ര 2% വീണ കാരണം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ്മെന്റ് എന്നുള്ളത്, ഇനിയും താഴേക്ക് വീഴുമോ അതോ ചെറിയ റിവേഴ്സിലേക്കും വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്തിട്ട് കാണാം. നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ എൻട്രി ഇമോഷണലി എടുത്താണ്. 24,900 കോൾ ഓപ്ഷനാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. കാരണം മാർക്കറ്റ് ഇത്രയും ബിയറിഷ് ആയിട്ട് പോലും ഒരു എൻട്രി കൺസിഡർ ചെയ്തു. ആദ്യത്തെ എൻട്രി എൻ്റെ ഓവറോൾ വ്യൂ നമ്മുടെ ഇന്നത്തെ ബിയറിഷിന് നടന്നു. ഫസ്റ്റ് എൻട്രി ഏകദേശം 10:01 എൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണ സമയത്തായിരുന്നു, 10 മണിയുടെ ക്യാൻഡിൽ. പക്ഷേ ആ എൻട്രി നമുക്ക് ജസ്റ്റ് മിസ്സിന്, നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട കാരണം ജസ്റ്റ് മിസ്സിന് അവിടുന്ന് എൻട്രി മിസ്സായി. അപ്പോൾ അതിന് ശേഷം വന്ന് മാർക്കറ്റ് പിന്നെ താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സൽ എടുക്കും, അതായത് ഈ ഏരിയയിൽ നിന്ന് റിവേഴ്സൽ എടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ എൻട്രി എടുത്തത്. പക്ഷെ എൻട്രി എടുത്ത ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ വ്യൂ പോലെയല്ല വന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഏകദേശം ലോഡ് സൈഡ് ഒന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മെയിൻ കേസ് എന്തെന്ന് വെച്ചാൽ ഇന്ന് എക്സ്പയറി ആണല്ലോ, നാളെ ഹോളി ആയ കാരണം മാർക്കറ്റ് ക്ലോസ് ആണ്. അതുകൊണ്ട് ഇന്ന് എക്സ്പയറി ഡേ ആയ കാരണം നമ്മുടെ ക്യാപിറ്റൽ വെച്ചിട്ട് സൈസ് കൂട്ടാൻ പറ്റി. അപ്പോൾ ഞാനൊരു കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മുടെ കറക്റ്റ് തന്നെയാണ്, വലിയ വ്യത്യാസം കാര്യങ്ങളൊക്കെയും പോയിക്കൊണ്ടിരിക്കുന്ന കാരണം എല്ലാ മാർക്കറ്റും ഭയങ്കര നെഗറ്റീവായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ബുള്ളിഷ് എൻട്രി കൺസിഡർ ചെയ്തത്, കോൾ ഓപ്ഷൻ ബൈ ചെയ്തത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഏകദേശം ഹാഫ് സെല്ലിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ. ഇതിനുശേഷം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒരു എൻട്രി കൂടി നല്ലത് കിട്ടുകയാണെങ്കിൽ മാത്രം കൺസിഡർ ചെയ്തിട്ട് എൻട്രി എടുക്കാം. ഇന്നത്തെ ദിവസം എന്തായാലും നല്ലപോലെ ഇമോഷൻസ് വർക്ക് ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. കാരണം ആദ്യത്തെ ട്രേഡ് തന്നെ മിസ്സായി, ആ ഒരു ട്രേഡ് നല്ല പ്രോഫിറ്റ് കാണിച്ചു. അതിനുശേഷം എടുത്ത ട്രേഡ് ലോസിലേക്ക് പോയി. SL ഹിറ്റ് ആവുമെന്നുള്ള ഫുൾ കോൺഫിഡൻസിലാണ് നമ്മൾ ഇരിക്കണത്. ഇനിയിപ്പോൾ എന്തായാലും എൻട്രി എടുത്തു, ഒന്നല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലൂസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇടാ. അപ്പോൾ ഞാനൊന്നത് താഴത്തേക്ക് നീക്കി വയ്ക്കാനുള്ളതാണ്. ഇതും ഇമോഷണലിയാണ്, കാരണം ഞാൻ വരച്ചിട്ടുള്ള ഇപ്പോഴത്തെ റെഡ് സോണ് പഴയ സമയത്ത് നല്ലപോലെ ആക്ട് ചെയ്തിട്ടുള്ളതോടെ. അപ്പോൾ ഇവിടുന്ന് റിവേഴ്സലായി പോയാലോ എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റ്, അതിലാണ് ഞാനിപ്പോൾ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂടി, പക്ഷേ ചെറുതായിട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ മൈൻഡ് സെറ്റ് ഇരിക്കണ കാരണമാണ് സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കണത്. സ്റ്റോപ്പ് ലോസ് ആവുമോ അതോ ടാർഗറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ? വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിയ ട്രേഡ് ഒരെണ്ണം കിട്ടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഇപ്പം സമയം 2:55 ആയിട്ടുണ്ട്. നമ്മളൊരു എൻട്രിയും കൊണ്ട് എടുത്തിട്ടുണ്ട്. എൻട്രി എടുക്കാനുള്ള റീസൺ കറക്റ്റ് 24,850 880
ഏരിയയിൽ നിന്ന് ഒരു താഴത്തേക്ക് ഒരു ഫോൾ വരും എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പോൾ ഒരു 30-35 മിനിറ്റ് ഉള്ളൂ മാക്സിമം മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട്. അതിൽ 3:20 ആകുമ്പോൾ തന്നെ നമ്മുടെ ഇൻട്രാഡേ ഓർഡേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആവും ബ്രോക്കേഴ്സ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഞാൻ 325 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. ക്യൂബ് ട്രേഡാണ്. ചെറിയ പ്രോഫിറ്റിലേക്ക് റൺ ചെയ്ത് വരുന്നുണ്ട്. ഇത് ഞാൻ എൻട്രി എടുത്തതിന് ശേഷം ആണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത് പെട്ടെന്നായതുകൊണ്ട് നമുക്ക് വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ എൻട്രി ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും കേൾപ്പിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ എൻട്രിയിൽ ഇത്രയും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ട് പോലും എനിക്ക് പ്രോഫിറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഇമോഷൻ തന്നെയാണ്. പ്രോപ്പറായിട്ട് ഞാൻ നല്ലൊരു എൻട്രി എടുത്തു. ഏകദേശം 60 പോയിൻസോളം എനിക്ക് ഈ ഒരു ഒറ്റ എൻട്രിയിൽ നിന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. അതായത് ഞാൻ ലോസിലാടുന്നത് വീണ്ടും പ്രോഫിറ്റിലേക്ക് പോയി. പക്ഷേ ആ നേരത്ത് ഇമോഷൻ കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും എൻ്റെ സ്റ്റോപ്പ് ലോസിൽ തന്നെ ഹിറ്റ് ചെയ്യണ വരെ ഞാൻ എൻ്റെ ആ ഒരു ട്രേഡ് പിടിച്ചിരുന്നു. അപ്പോൾ അതും കൂടിയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രേഡർ തൻ്റെ ട്രേഡിങ് കരിയറിൽ എന്തൊക്കെ തെറ്റുകൾ കാണിക്കുന്നു എന്നുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഇമോഷൻസ് വർക്കാവുന്ന സമയത്ത്. ഇത്രയും നല്ലൊരു പ്രോഫിറ്റിക്ക് പോയിട്ട് പോലും എനിക്ക് ആ ദിവസം ലോസിൽ തന്നെ ഇറങ്ങേണ്ടി വന്നു. ഞാനിവിടെ കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്കൊരു പ്രോഫിറ്റ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസിനെടുത്ത് കോസ്റ്റ് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. എന്നിട്ടും നല്ലൊരു മൊമെൻറ്റം കിട്ടും. 200 EMI ഏകദേശം പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ വരെ ഹിറ്റ് ആവണ വരെ ക്യാൻഡിൽസ് മൂവ് ചെയ്യുന്നത് കാണാം നമുക്കിതിൽ. പക്ഷെ ഞാൻ വീണ്ടും ഇതിൽ നോക്കണം, സമയം എത്രയായി? 3 മണി ആവാറായി. അതായത് മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്യാറായി. ഒരുവിധം ട്രേഡേഴ്സ് എല്ലാം മാർക്കറ്റിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. ഇത് ബാക്കിയുള്ള അവസാനം വരുന്ന ഒരു മൂവാണ്. പ്രത്യേകിച്ച് ഇന്ന് ആ ഒരു വാറണ്ടി ഇഷ്യൂ കാരണം ഉണ്ടായതിന് ശേഷമുള്ള മൂവ്. എന്നിട്ട് പോലും ഞാൻ പ്രോപ്പറായിട്ട് അവിടെ എക്സിറ്റ് ആവാണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻട്രി നമുക്ക് ഒരു ക്യുക്കായിട്ടുള്ള സ്കാൽപ്പ് റൈഡിനൊക്കെ പറ്റിയ ഒരു എൻട്രി ആയിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാനത് ഇമോഷണൽ എടുത്തു. മാത്രമല്ല, ഞാൻ ആ ഇമോഷൻ വെച്ചിട്ട് ആ പ്രോഫിറ്റ് നോക്കി ഇരുന്ന് ലോസ് വരണ ആവണത് വരെ, തിരിച്ച് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണ വരെ ഞാൻ എൻ്റെ ആ ഒരു ഇത് മൂവ് ചെയ്ത് കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് വീണ്ടും വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്നത്. സാധാരണ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, അവരൊക്കെ ഈ ഇമോഷൻസിലൂടെ മാത്രമായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു ട്രേഡറായി മാറുന്നത് തന്നെ. സോ ഈ ഒരു ഭാഗ്യം വീണ്ടും നമുക്ക് കാണുമ്പോൾ, നമ്മളവിടെ ചെയ്ത തെറ്റുകൾ എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് വീണ്ടും കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം, ആദ്യം ദേഷ്യം തോന്നും. പിന്നീട് അതൊരു ജസ്റ്റ് ലൈക്ക് ഒരു കോമഡി ആയിട്ട് നമുക്ക് അത് തോന്നുക. കാരണം ഇത്രയും ഉണ്ടായിട്ട് വരും നമ്മുടെ മുന്നിൽ നമ്മൾ പറയില്ല ഒരു അവസരം നമ്മൾ മിസ് ചെയ്തു എന്നുള്ളത്. ആ ഒരു അവസരം തന്നെയാണ് ഇത് കറക്റ്റായിട്ട് പറയണമെങ്കിൽ. അപ്പോൾ നിങ്ങളെന്തായാലും വാച്ച് ചെയ്യുക. ഏകദേശം പ്രോഫിറ്റിലേക്ക്, നല്ലപോലെ പ്രോഫിറ്റിലേക്ക് വന്നു കേട്ടോ. ഏകദേശം ആ ഒരു ക്യാൻഡിൽ ചെന്നിട്ട് 200 EMI മുകളിൽ ടച്ച് ചെയ്ത് 20K പ്ലസ് പ്രോഫിറ്റ് നമുക്ക് കാണിക്കും. എന്നിട്ടത് താഴേക്ക് വീണ്ടും വന്ന് വീഴും. പിന്നീടാണ് ഞാൻ ശ്രദ്ധിക്കണത് എത്ര പോയിന്റ്സ് മൂവ് ചെയ്തു എന്നുള്ളത്. 21K അടുത്ത് നമുക്ക് പ്രോഫിറ്റ് കാണിച്ചതായിരുന്നു. ലോസിൽ നിന്ന് അത് ആലോചിക്കണം. ലോസ് ഉണ്ടായിരുന്നത് കവർ ചെയ്തിട്ടാണ് ഈ പ്രോഫിറ്റും കൂടി കാണിക്കണമെന്നുള്ളത്. ഞാൻ അത് താഴത്തേക്ക് വരുമ്പോൾ വേണമെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യാമായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാനത് അവിടെ പിടിച്ചിരുന്നു, വീണ്ടും മൂവ് ചെയ്തിട്ടു. അതാണ് നമ്മുടെ ജസ്റ്റ് കയ്യിൻ്റെ മുകളിലുള്ള നമ്മുടെ ആ ഒരു ഇത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫയേഴ്സിൽ ഈ ഒരു സ്കാൽപ്പേഴ്സിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഇതുള്ള കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചാർട്ടിൽ തന്നെ നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും. ഒരു സിസ്റ്റമുള്ള ഒരാൾക്കാച്ചിങ് ഫോണിൽ ഇത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതുപോലും ഞാനിത് പിന്നെയും പിടിച്ചിരുന്നു ഈ മുകളിലേക്ക് പോകും എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ട്രേഡ്. ഓവറോൾ ലോസിലാണ് നമ്മൾ എക്സിറ്റ് ആയത്. എന്നാലും ഇതൊരു ട്രേഡറുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്.
എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. തിരിച്ചു വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുന്നത് വരെ. ഏകദേശം 20,000 അടുത്ത് പ്രോഫിറ്റ് അനുസരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങി ഇറങ്ങി 6,000 ആയി, 5,000 ആയിട്ട് ഇപ്പം നിൽക്കുകയാണ്. ഞാൻ എന്നിട്ട് ഇതുവരെ എക്സിറ്റ് ആയിട്ടില്ല കേട്ടോ. എനിക്ക് ഇവിടെ എക്സിറ്റ് ആവണമായിരുന്നു വേണമെങ്കിൽ. ഇപ്പോൾ ഓവറോൾ ലോസ് നോക്കുമ്പോൾ വീണ്ടും താഴേക്ക് വന്നു. ഞാൻ അതേ സ്റ്റോപ്പ് ലോസിന് വീണ്ടും നീക്കി നീക്കി വെക്കുന്നുണ്ട്. തിരിച്ച് കയറും എന്നുള്ളൊരു വ്യൂ ആണ്. പക്ഷെ ഇവിടെ ആലോചിക്കേണ്ടത് 3 മണി കഴിഞ്ഞ് 3 മിനിറ്റായി, ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ഇതായി. ഞാൻ വീണ്ടും ഈ സമയത്ത് സ്റ്റോപ്പ് ടാർഗറ്റ് വീണ്ടും മുകളിലേക്ക് പോകും, താഴെ നിന്ന് വന്നിട്ട് എടുത്തിട്ട് എന്നുള്ള വ്യൂവിലാണ് ഞാൻ ഇരിക്കണത്. വന്നു, ഓൾമോസ്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തായപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് താഴേക്ക് വെച്ചു. അപ്പോൾ ഞാൻ ഓവറോൾ ലോസ് കവർ ചെയ്യണ രീതിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കണത്. എന്നിട്ട് പോലും ഞാൻ ഇനി ആ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് താഴേക്ക് കൊടുന്നേക്കും. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഹിറ്റായി അവിടെ. അവസാനം ഞാൻ ലോസിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇതാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ടാണ് ഒരു ട്രേഡർ പ്രോപ്പറായിട്ട് ആ ഒരു ലെവലിൽ എത്തണത്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് കിട്ടിയതിനേക്കാൾ കൂടുതൽ ട്രേഡ്സ് ആവുക നമ്മൾ ലോസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ട്രേഡ് ഇതേപോലെ എടുത്ത് കളഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരുന്നിട്ട് പോയിട്ടും. എന്നാൽ ഇത്രയും എനിക്ക് മോശം വരാനുള്ള കാരണം എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ട്രേഡ് ഏകദേശം 10 മണിയുടെ ട്രേഡ്. അത് ഏകദേശം ഞാൻ വെച്ച പ്രീമിയം മുതൽ ഏകദേശം ഒരു 300 പോയിന്റ് പ്ലസ് പ്രീമിയം വരെ മൂവ് ചെയ്തു. ആ ഒരു ഇമോഷൻസും എല്ലാം കൂടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു പരിവായത്. സാരില്ല, നാളെ ഉണ്ട്, പ്രോപ്പറായിട്ട് പോവുക, അത്ര തന്നെ. ഇനി പുതിയൊരു ട്രേഡിംഗ് വീഡിയോ കാണുന്നത് വരയ്ക്കും, അല്ലെങ്കിൽ അടുത്തൊരു ദിവസം വരയ്ക്കും. ബൈ.